നിങ്ങൾക്ക് കൂടുതൽ യേശുവിനെ അറിയാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾ കൂടുതൽ ദൈവാത്മാവിൽ നിറയുക. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ പറ്റും. കെമിസ്ട്രി അറിയാവുന്നവനെ കെമിസ്ട്രി പഠിപ്പിക്കാൻ പറ്റും. ഏതൊരു ബുക്ക് എഴുതുമ്പോഴും ബുക്കിന്റെ പുറകിൽ ആ ബുക്കിന്റെ എഴുത്തുകാരന്റെ ഒരു സ്പന്ദനമുണ്ട്, ഒരു ചലനമുണ്ട്, ഒരു ഹാർട്ടുണ്ട്. ഈ പുസ്തകം എഴുതിയത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. മാത്സ് അറിയാവുന്നവനെ മാത്സ് പഠിപ്പിക്കാൻ പറ്റൂ എന്ന് പറയുന്ന പോലെ ഈ പുസ്തകം ഏത് സാധാരണക്കാരനും മനസ്സിലാകും. പക്ഷെ ഈ സാധാരണക്കാരന് പരിശുദ്ധാത്മാവ് വേണം. ജെറുസലേമിലെ പെരുന്നാള് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന എത്യോപ്യയിലെ രാജ്ഞിയും അവിടുത്തെ കാര്യവിചാരകനും മഹാനുമായ മനുഷ്യനും കൂടെ ഇങ്ങനെ പോകുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവാത്മാ പറഞ്ഞു, നീ ആ തേരിനോട് ചേർന്ന് നടക്കാൻ. അപ്പൊ ഫിലിപ്പോസ് ഇങ്ങനെ തേരിനോട് ചേർന്ന് നടക്കുമ്പോൾ അതിനകത്തിരുന്നോണ്ട് ആരോ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് ഫിലിപ്പോസിന് മനസ്സിലായി. ഉടനെ ഫിലിപ്പോസ് വെളിയിൽ നിന്നോണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഈ വായിക്കുന്നത് വല്ലതും താങ്കൾ ഗ്രഹിക്കുന്നുണ്ടോ? ഉടനെ അകത്ത് നീ വലിയ മനുഷ്യൻ പറയുകയാണ്, ഒരുത്തൻ പൊരുൾ തിരിച്ചു തരാനില്ലായകയാൽ ഞാൻ ഇതെങ്ങനെ ഗ്രഹിക്കും? ദൈവവചനം ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കുവാൻ പരിശുദ്ധാത്മാവ് എന്ന ബോധം നിന്റെ അകത്ത് വേണം.